ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മുതുവണ്ണാച്ച ശ്രീ പാലയാട്ട് സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ചേട്ടാ, ഈ പാലയാട്ട് അമ്പലം കേൾക്കും. കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ കടിയങ്ങാട് പാലം, അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പാലയാട്ട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെയുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാമപാഹിമാം മുകുന്ദ രാമപാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം. ലോകത്രയാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി, സീതാകിരണം നീ രോഹിണി ജാനകി. ആദിതേയാധിപൻ നീ ശുചി ജാനകി, ജാതവേദസ്സു നീ സ്വാഹ മഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി, രക്തോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ചക്രദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി, രാജപ്രവര കുമാര രഘുപതേ. രാജീവലോചന രാമാദയാനിധേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രൂമതി ലതാരൂപിണി ജാനകി, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വിദ്യ സൽസർവസ്വമേവ നീ. ചേതോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി. നമസ്തേ ഭക്തജനങ്ങളെ, മുതുവണ്ണാച്ച പാലയാട്ട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ സുബ്രഹ്മണ്യ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര തന്ത്രി ശ്രീ ഇടമനയില്ലത്ത് ഈശ്വര നമ്പൂതിരിപ്പാട് നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന പരമ സമുദായത്തിൽപ്പെട്ടവർ വീട്ടിയോട്ട് ഇല്ലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ്. അവർക്ക് അവരുടെ ദൈവവിശ്വാസങ്ങൾ നിലനിർത്താൻ വേണ്ടി പിലാച്ചേരി പറമ്പ് വീട്ടിയോട്ടില്ലത്തിൻ്റെ ജന്മമായിട്ട് അവർക്ക് നൽകുകയും തുടർന്ന് അവർ പാലയാട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന് ഇവിടെ ഒരു പ്രതിഷ്ഠ സങ്കല്പിച്ചുകൊണ്ട് പൂജാവിധികൾ നടത്തി വരികയും ചെയ്തു. അങ്ങനെ തലമുറകളുടെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെയേറെ ചൈതന്യവും ഭക്തരുടെ അഭീഷ്ടസിദ്ധി ലഭ്യമാകുന്ന തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി വളരെ ഗംഭീരമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ ഓരോ വർഷവും ആഘോഷിക്കാറാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെയും ഹനുമാൻ ഭഗവാന്റെയും കൂടാതെ ഗുരുക്കൾ നിലക്ക് ശാക്തേ ഭഗവതി, ഗുളികൻ കുട്ടിച്ചാത്തൻ ഭഗവതി സങ്കല്പങ്ങളും നടന്നു വരികയാണ്. ഓരോ വർഷവും നടക്കുന്ന ഉത്സവത്തിൽ, തിറമഹോത്സവത്തിൽ ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ഭക്തരുടെ അവരുടെ അഭീഷ്ടസിദ്ധികളൊക്കെ ലഭ്യമാകുന്ന തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ഇവിടെ നടന്നു വരുന്നു. തുടർന്ന് ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവരായ ഭക്തജനങ്ങൾ തുടർന്ന് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റ് എല്ലാവിധ കാര്യങ്ങളിലും ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭക്തജനങ്ങളെ, നമ്മുടെ പുതിയ സുബ്രഹ്മണ്യ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പണി ഏകദേശം ചുമരകം തീർന്നിരിക്കുകയാണ്. ഇനി മരത്തിൻ്റെ പണിയാണ് ബാക്കി. സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ശ്രീകോവിലിൻ്റെ സ്ഥപതി ശ്രീ ശങ്കരനാചാരി ചെറുതാഴമാണ്. സ്ഥാനസ്ഥാപതി ശ്രീ പുരുഷോത്തമൻ കെ.വി. മുതുവണ്ണാച്ചിയാണ്. ഇതിൻ്റെ ശില്പികൾ രാമനാട്ടുകര ഗോവിന്ദൻകുട്ടി നായരാണ്. പിന്നെ ഇതിൻ്റെ പണി നോക്കി നടത്തുന്നത് P.G. പുരുഷോത്തമൻ പുത്തമ്പരക്കലാണ്. അദ്ദേഹത്തിന് ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രത്തിന്
കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ശാക്തേയ ഭഗവതിക്കാണ്. ഈ ക്ഷേത്രത്തിൽ എന്ത് കാര്യങ്ങൾക്ക് മുന്നിൽ നടക്കണമെങ്കിലും ശാക്തേയ പൂജ ആദ്യം കഴിഞ്ഞിരിക്കണം. അതിനുശേഷം പ്രതിഷ്ഠാദിനം, തിറകൾ, വെള്ളാട്ടം, കെട്ടുകാട്ടങ്ങളെല്ലാം നടന്നു വരുന്നു. കൂടാതെ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും നടന്നു വരികയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, പഞ്ചാമൃത്, കാവടി, ഭസ്മം അഭിഷേകം, നാരങ്ങമാല എന്നീ വഴിപാടുകളും നടന്നു വരുന്നു. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കൂവളമാല, തെച്ചിമാല, തുളസിമാല, സിന്ദൂരം ചാർത്തൽ, എണ്ണ അഭിഷേകം എന്നിവയും നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിൽ ഇതുകൂടാതെ നാഗചൈതന്യം അതിവിപുലമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്നിധി കൂടിയാണ്. ഇവിടെ എല്ലാ സമയത്തും നാഗത്തിന് പൂജയില്ല. പ്രതിഷ്ഠാപനത്തിന് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാഗത്തിന് 100 പാലും കഴിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ വഴിപാടാണ് പ്രതിഷ്ഠാ സമയത്ത് നാഗത്തിന് 100 പാലും. ഇതിനു വേണ്ടി ദൂരെ നിന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥനയ്ക്ക് ഊതരാവാറുണ്ട്. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വിദ്യ സൽസർവസ്വമേവനി ചേതോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീര കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരിഞ്ഞറിഞ്ഞങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. അന്യൂനനാം വരൻ ത്വക്തിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം വരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ല. കാർത്തികേയായ പാർവതി നന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പാലയാട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ, അതായത് ഗുളികൻ കുട്ടിച്ചാത്തൻ ഉപദേവന്മാർക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പന്തം കുത്തി ഭക്തന്മാർ സമർപ്പിക്കുന്നു. പാലയാട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പന്തം വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. അതിനോട് വഴിപാടിനുമായിട്ട് 30 രൂപ വെച്ചാണ് വാങ്ങുന്നത്. പിന്നെ ഭദ്രകാളി, കുട്ടിച്ചാത്തൻ, ഗുളികനൊക്കെ കൊല്ലത്തിൽ ഉത്സവത്തിൻ്റെ വെട്ടിയാട്ടങ്ങളും പരിപാടികളെല്ലാം നടത്താറുണ്ട്. പാലയാട്ട് സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളും പ്രാർത്ഥനാ പൂജകളും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ മണ്ഡലമാസ കർമ്മത്തിൽ എല്ലാ വർഷവും ഡിസംബർ 10-ാം തീയതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഭജന നടത്താറുണ്ട്. മുതുവണ്ണാച്ച പാലയാട്ട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾക്കും തുടർന്നുള്ള കർക്കിടക മാസാചരണ പരിപാടിയൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന മാതൃസമിതി ഇവിടെയുണ്ട്. മാതൃസമിതിയുടെ പ്രവർത്തനങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാതൃസമിതിയുടെ സെക്രട്ടറി ശ്രീ തെക്കേൽ കമലിയോട് വിനീതമായി അഭ്യർത്ഥിക്കാം. മുതുവണ്ണാച്ച പാലയാട്ട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മാതൃമണ്ഡലം സമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ ഉത്സവാഘോഷത്തിനും പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിനും അതിനോടനുബന്ധിച്ച് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിനു വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാതൃമണ്ഡലം സമിതി സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നെ എല്ലാ അംഗങ്ങളും നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാ ജാനകി രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രൂമതി ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. ശ്രീകോവിലിൻ്റെ പണി ഈ സ്ഥിതിയിലാണ് ആയതിപ്പോൾ. ഏകദേശം ഇത് പണി തീർന്നു വരുമ്പോൾ 25 ലക്ഷം റുപ്യ വരും, വിഗ്രഹം അടക്കം. ഇപ്പം തന്നെ ഒരു 7 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടി ഭക്തജനങ്ങൾ അകമഞ്ഞ് സഹായിച്ചാൽ മാത്രമേ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാനാവും.
എല്ലാ ഭക്തജനങ്ങളും അതുമായി സഹായിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മുതുവണ്ണാച്ച പാലയാട്ട് ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിനെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്പലത്തിന് വേണ്ടി ചെയ്യാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.